നേരെ ബോംബെറിഞ്ഞ് എതിരാളികളെ ഇല്ലാതാക്കാം എന്നാണ് നാദാപുരത്തെ അക്രമി സംഘങ്ങൾ വിശ്വസിക്കുന്നത്. ഇരുട്ടിൽ പതുങ്ങി വന്ന് ബോംബെറിയും. വീട്ടുകാർ പേടിച്ച് ഒഴിഞ്ഞുപോയി എന്ന് മനസ്സിലായാൽ പിന്നീട് വന്ന് കൊള്ളയടിക്കും. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചും കടം വാങ്ങിയുമൊക്കെ ഒരു വീട് കെട്ടിപ്പടുത്ത പാവങ്ങളെയും ഈ കൊള്ളക്കാർ തകർത്തു കളയുന്നു. ഇങ്ങനെ തകർന്നുപോയ രണ്ടുപേരെ കാണുക. പോലീസിനോ അഗ്നിശമന സേനയ്ക്കോ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത ഉൾപ്രദേശങ്ങളിലാണ് ബോംബേറും കൊള്ളയും തീവയ്പും കൂടുതൽ നടക്കുന്നത്. അവിടങ്ങളിലെ സാധുക്കളായിരിക്കും ഇരകളാവുന്നത്. അവരൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ല. അന്നന്നത്തെ ജീവിതത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം മാത്രമുള്ളവരും ആയിരിക്കും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതോടെ തീരുന്നു രാഷ്ട്രീയ പാർട്ടികളുമായുള്ള അവരുടെ ബന്ധം. പറമ്പന്റെ അവിടെ നാരായണി എന്ന തൊഴിലാളിയുടെ വീട് ഒരു ചുടലക്കളം പോലെ കിടക്കുന്നു. കുടികിടപ്പായി കിട്ടിയ 10 സെന്റ് ഭൂമിയിൽ നാരായണി സ്വയം പടുത്തുയർത്തിയ ജീവിതമാണ് ഇവിടെ ഈ നിലയിൽ കിടക്കുന്നത്. കല്ലു ചുമന്നും മറ്റു പലതരം കൂലിവേലകൾ ചെയ്തും നാരായണി കരുതിവെച്ച സമ്പാദ്യം കൊണ്ട് നിർമ്മിച്ച വീട്. ഇതിന്റെ ഓരോ കല്ലും നാരായണി തലയിൽ ചുമന്ന് കൊണ്ടുവന്നതാണ്. ഭർത്താവ് കുമാരൻ ഹൃദ്രോഗിയാണ്. 3 മക്കൾ. കുടുംബത്തിന്റെ ഭദ്രത ആ ചുമലിലായിരുന്നു. വീടിന്റെ ഐശ്വര്യമായി നാരായണി പ്രതിഷ്ഠിച്ച ദൈവം പോലും ആപത്തുകാലത്ത് കൈവിട്ടുകളഞ്ഞു. നാരായണിയും കുടുംബവും ഇപ്പോൾ ബന്ധുവീടുകളിൽ അഭയാർത്ഥികളായി കഴിയുകയാണ്. ഞാൻ ആദ്യം തറ കെട്ടിച്ച് കുറേ പൈസ പണിയെടുത്തുണ്ടാക്കി തറ കെട്ടിച്ച് അന്നേരം ഞാൻ രണ്ടാളും പിന്നെയും പണിയെടുത്ത് ഓരോരോ സാധനം ഇറക്കി കൊണ്ടാച്ച് അന്നേരം പൈസ ആയേരം ഞങ്ങൾക്ക് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ പണിയെടുപ്പിച്ച് അപ്പൊരത്തോ. എന്നിട്ട് ഇതുവരെ ഇപ്പം മോളെ കല്യാണത്തിന് ഞാൻ അത്തോതിലാക്കി കൊണ്ടുവന്ന പൊര. എന്നിട്ട് ആധാരം ബാങ്കിൽ വെച്ച് ആ കടനക്ക് വീടിക്കില്ല. കല്യാണം കഴിഞ്ഞ കടനക്ക് ഉണ്ട്, പൊരപ്പണിൻ്റെ കടനക്ക് ഉണ്ട്. ആ പൊരി അത്തോതിലാക്കി വെച്ചത്. മുസ്ലിം ലീഗിന്റെ 2 നേതാക്കൾക്കു നേരെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ബോംബേറിനെ തുടർന്നാണ് നാദാപുരം മേഖലയിൽ വീടുകൾക്ക് നേരെയുള്ള ബോംബാക്രമണങ്ങൾ ഉണ്ടാവുന്നത്. 2 വിഭാഗത്തിനും ഒരേതരം ബോംബുകൾ, ഒരേതരം യുദ്ധതന്ത്രം. നാരായണിയുടെ വീടിന് നേരെ ആദ്യമുണ്ടായത് ബോംബേറായിരുന്നു. ആ സംഭവത്തിൽ പ്രതിയായ ഒരാൾ നാരായണിയുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. കേസ് പിൻവലിച്ചില്ലെങ്കിൽ വീട് തകർത്ത് തീ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നാരായണിയും കുടുംബവും ഒഴിഞ്ഞു പോവുകയായിരുന്നു. വീണ്ടും പോലീസിൽ പരാതി കൊടുത്തു. അന്നു രാത്രി പ്രതി വാക്കുപാലിച്ചു. തീർത്തും സംഘം ചേർന്നുള്ള ആക്രമണം. വീട്ടിലെ യാതൊന്നും ബാക്കി വെച്ചില്ല. ഒന്നുമില്ല, ഇയാൾ വരുമ്പോൾ ഇവിടുത്തെ ഉടുമുണ്ട് മാത്രമുണ്ട്. ഇപ്പം ഞാൻ ആങ്ങളെൻ്റെ വസ്ത്രവും ധരിച്ചിട്ടാണ് നടക്കുന്നത്. വേറെ ഒരു പാത്രം പോലെ ഒരു വെച്ചിക്കില്ല, എല്ലാം തച്ച്. ചെറിയ ഒരു കുറിയുണ്ടേനെ എനിക്ക്. ആ കുറി വിളിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാച്ചിക്കാനും 5000 ഉറുപ്പ്യുണ്ടേനെ. 5000 ഉറുപ്പ്യൻ്റെ കുറിയാനുള്ളത്. അത് ഞാൻ തൽക്കാലത്തേക്ക് വിളിച്ചാണ് അവിടെ കൊണ്ടാച്ചതേനും. എന്തെങ്കിലും ചെറിയോളൊരു കടം വീടണം. ആ പൈസ ഉണ്ട്. 3 വാൻ്റെ ഒരു കഴുത്തിലുണ്ടേനോളെ പണം വെക്കാൻ വേണ്ടിയിട്ടില്ല. അതും പോയി. ആക്രമണം നടക്കുമ്പോൾ അയൽവാസികൾ ആരും പുറത്തിറങ്ങിയില്ല. നാദാപുരത്ത് എല്ലായിടത്തും അതാണ് പതിവ്. നാരായണിക്ക് ഇനി ഈ വീട് പുതുക്കിപ്പണിയാൻ ശേഷിയില്ല. ഒരു ജീവിതകാലത്തെ അധ്വാനവും സമ്പാദ്യവും പിന്നെ ജീവിത സ്വപ്നവും ആണ് ഈ തകർന്നുപോയത്. ഇതിങ്ങനെ തകർത്തു കളഞ്ഞ കുറ്റവാളികൾ എന്തു രാഷ്ട്രീയ ലക്ഷ്യമാണ് നേടിയത്? ചീയൂർ എന്ന സ്ഥലത്തെ അബ്ദുള്ള ഗൾഫ് നാട്ടിൽ ഹോട്ടൽ ജോലിക്കാരനായിരുന്നു. അവിടെ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീടിന്റെ ഒരു ഭാഗം തീയിട്ട് നശിപ്പിച്ചു. പണവും ആഭരണങ്ങളും കൊള്ള ചെയ്തു. ഇപ്പോൾ ഒരു ഹോട്ടലിലെ പാചകക്കാരനാണ് ആസ്തമ രോഗി കൂടിയായ അബ്ദുള്ള. ശാന്തശീലനും ആരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന അബ്ദുള്ളയും രാഷ്ട്രീയ പ്രവർത്തകനല്ല. എല്ലാ പാർട്ടിക്കാർക്കും അബ്ദുള്ള സംഭാവന കൊടുക്കും. ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനോട്ട് പോയിക്കില്ല, പോകലില്ല. ഒരാളെൻ്റെ അടുത്ത് വരുത്തില്ല. പിന്നെ അത്രയും ഈ ഇലക്ഷൻ്റെ തലേദിവസം വന്നിട്ട് പിരിവിന് വെച്ചിട്ട് ഞാൻ കൊടുത്തത് എന്നെ കൊണ്ട് കഴിയുന്നു. എല്ലാവരോടും 25-50 വാങ്ങിയിട്ട് എന്നോട് 100 വാങ്ങി. ഇതിൻ്റെ ആ കൂട്ടർക്ക് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നോട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവരോട് ആലോചിച്ച് ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വീടിന്റെ പണി പലപ്പോഴായി ചെയ്തു തീർത്തതാണ്. ആക്രമണം നടക്കുമ്പോൾ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. കൊന്നുകളയുമെന്ന് അയൽവീട്ടിലെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ആക്രമണം. അത് കണ്ടവർ സാക്ഷി പറയാൻ ഭയപ്പെടുന്നു. വീട്ടിലെ വിലപ്പെട്ടതെല്ലാം കൊള്ളസംഘം കൊണ്ടുപോയി. നഷ്ടം എൻ്റെ ഭാര്യൻ്റെ ആഭരണങ്ങൾ കംപ്ലീറ്റ്, പിന്നെ TV, ഡിഷ്, മറ്റേ അളമാര, കട്ടിൽ, കിടക്ക, മേശ, അങ്ങനത്തെ തുണി ഒരു സാധനമില്ല.
എല്ലാം 3-4 മുസാബ് എല്ലാം കത്തിച്ചു. അബ്ദുള്ളയും ഭാര്യയും വിവാഹിതയായ മകളുടെ വീട്ടിൽ കഴിയുകയാണ്. തകർന്ന വീട് ഭാര്യയെ കാണിച്ചിട്ടില്ല. അവർ രോഗിണിയാണ്. അബ്ദുള്ളയ്ക്ക് ഇപ്പോഴും ആരോടും പകയില്ല. ഇത് ചെയ്തവർക്ക് പടച്ചവൻ കൊടുത്തോളുമെന്ന് അദ്ദേഹം സ്വയം ആശ്വസിക്കുന്നു. പിന്നെ ചിരിക്കാതെ കരഞ്ഞതിനെ കൊണ്ട് യാതൊരു പ്രയോജനം കാണുന്നില്ല. എല്ലാം പടച്ചവൻ തന്നെ കൊടുക്കുന്നുണ്ട്, ഓരോന്നോരോന്നോരോ നമ്മളെ കണ്ണുമുന്നിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ അത് നമ്മളായിട്ട് കൊടുക്കണം, നമ്മൾക്ക് കൊടുക്കാനാവില്ല. രണ്ടു കൂട്ടർക്കും ബോംബുകൾ വിതരണം ചെയ്യുന്നത് ഒരേ കേന്ദ്രങ്ങളാണെന്ന് പോലീസിനറിയാം. പക്ഷെ അവരെ കണ്ടെത്തുന്നില്ല. നാദാപുരം പഞ്ചായത്തിൽ 15 വർഷം വൈസ് പ്രസിഡന്റായിരുന്ന ഇവിടത്തെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായ എ നാരായണൻ നമ്പ്യാരും ഇത് സമ്മതിക്കുന്നു. നമ്പ്യാരുടെ വീടിന് നേരെയും ബോംബേർ ഉണ്ടായതാണ്. ഒരു കൂട്ടർ ബോംബുണ്ടാക്കി വിറ്റിട്ട് കാശാക്കുന്നുണ്ട്. 2 കൂട്ടർ കൊടുക്കുന്നവരാണ് തോന്നുന്നുണ്ട്. നാദാപുരത്തെ കൊലയാളി സംഘങ്ങളെയും കൊള്ളക്കാരെയും ഇല്ലാതാക്കാൻ സമാധാന യോഗങ്ങൾക്ക് കഴിയുമോ എന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ബോംബിന്റെ വിതരണ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ജനങ്ങളും പോലീസും മുന്നോട്ട് വന്നാലേ സമാധാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒരായുസിന്റെ സ്വപ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കത്തി അമർന്നത് കണ്ട് പൊള്ളുന്ന മനസ്സുമായി കഴിയുന്ന പാവങ്ങളെ കാണുക. അവർക്ക് വേണ്ടത് ബോംബുകളല്ല, പട്ടിണി കിടക്കാനെങ്കിലും ഒരിടമാണ്.